ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളെ എന്ത് ചെയ്യണം? നന്നാക്കിയെടുക്കണം. അപ്പോൾ ആമോസിൻ്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായം, ആ 7-ാമത്തെ അധ്യായത്തിൽ 7 തൊട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ എന്താ അവിടെ വായിക്കുന്നത്? അവിടുന്ന് എനിക്ക് മറ്റൊരു ദർശനം നൽകി. ആരാണ് ദർശനം നൽകിയത് പറഞ്ഞാൽ, ഒരു മീൻകാരന് കൊടുത്താൽ പോലും എടുക്കാത്ത അത്ര കീറി പറഞ്ഞ് 2 രൂപ നോട്ടുകളൊക്കെ ഉള്ള കാലമാണ് 94, 95, 96 കാലഘട്ടം. 2 രൂപ നോട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത വിധത്തിൽ അത്രമാത്രം ഡാമേജ് ആയ 2 രൂപ നോട്ടുകൾ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. കാരണം ഞായറാഴ്ച നേർച്ച എണ്ണിയിട്ട് ആകെ 25 രൂപയുള്ളൂ. അതൊക്കെ എണ്ണി ആൾക്കാരന്മാർ വന്നിട്ട് പറഞ്ഞ് എന്ത് ചെയ്യുവച്ചോ എന്ന് ചോദിക്കണത്. എൻ്റെ ഇടവക 100 വീട്ടുകാരുണ്ട്. എത്രമാത്രം കൂട്ടിയാലും മാസം 2 രൂപയാണ് മാസവരി. അതിൽ കൂടുതൽ കൂട്ടാൻ അവരെ കൊണ്ട് പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 100 വീട്ടുകാർ 2 രൂപ, അതിൽ 50 വീട്ടുകാർ തരില്ല. 50 വീട്ടുകാർ തന്നതിന് 100 രൂപ കിട്ടും ഒരു മാസം. അതുകൊണ്ട് എങ്ങനെ ഒരു പള്ളി റൺ ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇങ്ങനെ ഞാൻ അവിടെ വളരെ കഷ്ടത്തിലായി. അങ്ങനെ കഷ്ടത്തിലായിരിക്കുന്ന സമയത്ത് പള്ളി പണിയണം, അതും അതിനേക്കാൾ വലിയ റിസ്ക്. ഇവരോട് എങ്ങനെ പൈസ ചോദിക്കും? അപ്പം എന്നോട് പറഞ്ഞു, തൃശ്ശൂർ രാജ്യത്ത് പോയാൽ അവിടെ തൃശ്ശൂർ രാജ്യക്കാർ നന്നായിട്ട് പൈസ കൊടുക്കണവരാണെന്ന് പറഞ്ഞു. അത് ഞാൻ കണ്ടുപോട്ടെ. പല പുസ്തകമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പുസ്തകമൊക്കെ വാങ്ങി എങ്ങനെയെങ്കിലും വട്ടായിൽ ചെന്ന് വിജയിപ്പിച്ചിട്ട് ഇവിടുന്ന് വിടാവുള്ളൂ. അങ്ങനെ നിർബന്ധപൂർവ്വം പ്രവർത്തനം പാവപ്പെട്ട ആളുകളുണ്ട്. പണക്കാരുടെ സ്ഥിതി എന്താ എനിക്കറിയില്ല. പണക്കാരെ ഞാൻ കണ്ടിട്ട്, സാധാരണക്കാരുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. എന്നെ എപ്പോഴും സാധാരണക്കാരാണ് ഒത്തിരി. എല്ലാവരും ഉണ്ടോ, പണക്കാരും സാധാരണക്കാരും പാവങ്ങളും കൃഷിക്കാരും തൊഴിലാളികളും ഡ്രൈവർമാരും മീൻകാരും എല്ലാം എന്നെ സഹായിച്ചിട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ തൃശ്ശൂർ രാജ്യത്ത് പോയ പള്ളിപണി നടക്കുമെന്ന് എന്നോടൊരു ആൾ പറഞ്ഞനുസരിച്ച് ഞാൻ തൃശ്ശൂർ രാജ്യത്തേക്ക് പോകാം. എവിടേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഒരു സീക്രട്ടിൽ ഒരാൾ പറഞ്ഞു, അച്ഛാ തൃശ്ശൂർ രാജ്യത്ത് ഇന്നൊരാളുണ്ട്, അവിടെ പോയാൽ ഇഷ്ടം പോലെ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അച്ഛന്മാരാണ് ഞങ്ങളെപ്പോലുള്ള അൽമാരെ പട്ടിണി പാവങ്ങളാക്കി മാറ്റണേന്ന് പറഞ്ഞു. നല്ല പണിയായി. ഞാൻ പറഞ്ഞു, ഞാനത് 25 വയസ്സ് പ്രായമുള്ളൂ, കൊച്ചച്ഛനാണ്. ഞാൻ പറഞ്ഞു, പൈസ തന്നില്ലെങ്കിൽ തന്നില്ലുള്ളൂ, പറയണമല്ല കേൾക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരാളെ പ്രതീക്ഷിക്കരുത്, ഞാൻ തിരിച്ചു പറയുമെന്ന് പറഞ്ഞു. ചേട്ടൻ ഇതിൻ്റെ കേടുണ്ടായിട്ടേ ഈ പറയുന്നത്. അല്ല, അങ്ങനത്തുള്ള വിധത്തിൽ എന്താ സംസാരിച്ചെന്നറിയില്ല. അപ്പോൾ എൻ്റെ കൈക്കാരന്മാരും കൂടെയുണ്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യാച്ചാ, നിങ്ങളെപ്പോലുള്ള അച്ഛന്മാരാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഇന്ന് ഒരു സാമ്പത്തികമായൊരു മേൽഗതി ഇല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളെപ്പോലുള്ള അച്ഛന്മാരാണെന്ന് പറഞ്ഞു. വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. ഞാൻ കൈക്കാരന്മാരോട് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, ഇയാൾ ഇവിടെ അധികം നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞ സമയത്ത് അദ്ദേഹം വീണ്ടും പറഞ്ഞു, അങ്ങനെയല്ല അച്ഛാ, ഞാൻ ഈ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട് അച്ഛാ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനിന്ന് തൃശ്ശൂർ രാജ്യത്ത് വളരെ വലിയ സമ്പന്നനാണ്. ഞാൻ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഈ തൃശ്ശൂർ രാജ്യത്ത് വരുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും പിന്നെ കുറച്ച് പിള്ളേരും ഉണ്ട്. ഒരു പൈസ ആകെ 2 രൂപ 5 രൂപയുണ്ട്. അപ്പോൾ ഭാര്യയോട് എന്ത് ചെയ്യും? ഭാര്യ ഭർത്താവിനോട് ചിന്തിച്ചു. അപ്പോൾ പറഞ്ഞു, ചേട്ടൻ ഇത്തിരി അരിപ്പൊടി വാങ്ങിച്ച് തന്നാൽ ഞാൻ അതുകൊണ്ട് അപ്പം ഉണ്ടാക്കി കൊടുക്കാം, എന്നിട്ട് ചേട്ടൻ അതുകൊണ്ട് വിതരണം ചെയ്യാം. അങ്ങനെ എന്താ കുഴലപ്പോൾ അച്ചപ്പം ഇപ്പം തൃശ്ശൂർ രാജ്യത്തെ അപ്പത്തിനുള്ള കണക്കുണ്ടാകും. അങ്ങനെ അപ്പം ഉണ്ടാക്കി, അത് കൊടുത്തു. എല്ലാം അങ്ങനെ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? അന്ന് പൈസ കിട്ടിയപ്പോൾ ഈ ചേട്ടൻ എന്ത് ചെയ്യുന്നറിയാവോ? ഈ ചേട്ടൻ 1/4 ചക്രമുള്ള കാലം, വണ്ടിയിലെ ചക്രമല്ല, അന്ന് പൈസ രൂപയും നാണയമൊക്കെ വരുന്നതിന് മുമ്പ് ചക്രം ഉണ്ടായിരുന്ന കാലമാണ്. 1/4 ചക്രം പള്ളിയിൽ കൊണ്ട് ദശാംശം കൊടുക്കുകയാണ് ഞായറാഴ്ച. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ 1/4 ചക്രമുണ്ട്, അടുത്ത ഞായറാഴ്ച വരുമ്പോൾ 1/2 ചക്രം നിറച്ചിടാൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ചയായപ്പോൾ ബിസിനസ് വളർന്നു. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ അരിപ്പൊടിയും കൊണ്ട് അച്ചപ്പം ഉണ്ടാക്കി കൊടുക്കായിരിക്കും. അത് വളർന്നു. എന്താണെന്നറിയില്ല, കുഴലപ്പം ആകാം, ചീപ്പപ്പം ആകാം, അത് വളർന്നു. പിറ്റേ ഞായറാഴ്ച 1/2 ചക്രം കൊണ്ട് നേർച്ചയിട്ട് പറഞ്ഞു, കർത്താവേ എനിക്ക് അടുത്ത ആഴ്ച 1 ചക്രം നേർച്ച ഇടണം. പിറ്റേ ആഴ്ച ബിസിനസ് വളർന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അടുത്ത ആഴ്ച വരുമ്പം 1 ചക്രം ഇട്ടില്ല, 2 ചക്രം നേർച്ച ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ വളർന്ന് തൃശ്ശൂർ രാജ്യത്ത് വലിയ സമ്പന്നനായി മാറി. എന്നിട്ട് എന്നെയും കൈക്കാരന്മാരെയും കൊണ്ടുപോയിട്ട് പറഞ്ഞു, കുറേ ഇത് വാരി എടുത്തിട്ട് എൻ്റെ ചാക്കിലേക്ക് ഇങ്ങനെ ഇവർ കൊടുന്ന ബാഗിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു, നോ എണ്ണി ഇട്ട് പറഞ്ഞു, എൻ്റെ കർത്താവിനെ എണ്ണി കൊടുക്കുകയാണെന്ന് പറഞ്ഞു, വാരി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അത്രയോ അതിനകത്ത് 500 നോട്ടൊക്കെ ഉണ്ടായിരുന്നു.
ഞാൻ ഈ 2 രൂപ നോട്ട് കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനന്ന് കണ്ടത് ഏറ്റവും വലിയ നോട്ട് 2 രൂപ നോട്ടാണ്. പ്രൈസ് ദി ലോർഡ്. 50, 100, 500 ഉണ്ടായിരുന്നു അന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ കൊടുക്കുക, ഇതൊക്കെ എന്നി കൊടുക്കുക. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അങ്ങനെയല്ല അച്ചോ, ഞാൻ എല്ലാ ദിവസവും ഇത് മാറ്റി വെക്കും കർത്താവിനോട്. ഇത് എൻ്റെ പൈസ, ഇത് കർത്താവിൻ്റെ പൈസയാന്ന് പറഞ്ഞു. ദശാംശം എന്ന് പറഞ്ഞാൽ 100 രൂപ കിട്ടിയാൽ 10 രൂപ കർത്താവിന് വേണ്ടി അപ്പം തന്നെ മാറ്റി വെക്കും. 1,00,000 രൂപ കിട്ടിയാൽ അതിൻ്റെ ദശാംശം എത്രയാ? 1,00,000-ൻ്റെ ദശാംശം എത്രയാ? 10,000 ഉറുപ്പ്യ. കൈ പറയും, അല്ല, 10,000 ഉറുപ്പ്യ എടുത്തങ്ങോട്ട് മാറ്റി വെക്കണം. 10 ലക്ഷം ഉറുപ്പ്യ വരുമാനമുള്ളവർ 1,00,000 ഉറുപ്പ്യ എടുത്ത് തുടരുത്. നമ്മൾ കർത്താവ് തന്നെ വിശുദ്ധ നിമിത്തം വിലക്കിയ ഭക്ഷണമാണ്, നമ്മൾ തുടരുത്. ആ 1,00,000 ഉറുപ്പ്യ മാറ്റി വെച്ചേക്കണം. നമ്മുടെ അല്ല, 9 ലക്ഷം കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഈ ചേട്ടൻ അതുപോലെ ചെയ്തു. ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നാണ് വാരി. അപ്പോൾ അതേ പറഞ്ഞു, ഞാനത് എണ്ണേണ്ട കാര്യം, ഇത് എൻ്റെ അല്ലത് കർത്താവിൻ്റെ, എത്ര വേണമെങ്കിലും എടുത്തോളം പറഞ്ഞ് കൊടുക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ചേട്ടനെ കാണുന്നത്. അതിനനുസരിച്ച് ചേട്ടന് കർത്താവിനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ, ദൈവം വിശുദ്ധ ലിഖിതങ്ങൾ, ബൈബിളിലെ വചനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവരും വരിക. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാമത്തെ അധ്യായം. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവമക്കളോട് പറയുകയാണ്. അതിൽ 9 തൊട്ട് 8 തൊട്ടായിക്കോട്ടെ. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 8 തൊട്ട് 11 വരെ വാക്യങ്ങൾ. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 8 തൊട്ട് 11 വരെ വാക്യങ്ങൾ. 8-ാമത്തത് ചില ബൈബിളിലത് അങ്ങനെയാണ്. വായിച്ചു നോക്കിയേ. നീതിമാൻ്റെ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു, അതിൻ്റെ സുഗന്ധം അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാൻ്റെ ബലി സ്വീകാര്യമാണ്, അത് വിസ്മരിക്കും. അതിന് ശേഷമുള്ള വായിച്ചേ. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, കർത്താവിന് കൊടുക്കുന്ന സമയത്ത് മനം തുറന്ന് കൊടുക്കണം. നല്ല ഹാപ്പിയായിട്ട് കൊടുക്കണം. ഹാപ്പിയായിട്ട് കൊടുക്കണം. മനം തുറന്ന് കൊടുക്കണം. അടുത്തതോ, ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ് കാട്ടരുത്. അതാണ് പറഞ്ഞത്. എണ്ണി വാരി അങ്ങോട്ട് കൊടുക്കണം. എണ്ണി അങ്ങനെ ലുബ്ധ് കാണിച്ച് ഇങ്ങനെ കൊടുക്കരുത്. ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ് കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. 10 ലക്ഷം ലാഭം കിട്ടി, അതിൽ 1 ലക്ഷം എടുത്ത് കൊടുക്കുമ്പോൾ മുഖം വാടിപ്പോകരുത്. കൊടുത്താൽ പോയില്ലേന്ന് ചേച്ചി പറയും, ചേട്ടൻ ധൈര്യമായിട്ട് കൊടുക്കണം. ചിലപ്പോൾ ചേച്ചി കൊടുക്കാൻ പറയും, ചേട്ടൻ പറയും അങ്ങനെ കൊടുത്തു കഴിഞ്ഞത് പള്ളിക്കാർ കൊണ്ടുപോയിട്ട് അതൊക്കെ കെട്ടുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നമ്മൾ നോക്കണം, ദൈവം നോക്കട്ടെ, നമ്മളുടെ കൊടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്, കൊടുക്കുക, ബാക്കി കാര്യം നമ്മുടെ കാര്യം നമ്മുടെ ദൈവം നോക്കിക്കൊള്ളുന്നു. അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കുടുംബത്തിൽ എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ് കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. അല്ലേ? മുഖം വാടരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? സന്തോഷത്തോടെ തുള്ളിച്ചാടി പള്ളി കൊടുന്ന് കൊടുക്കുക. ദശാംശം സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. ഇനിയുണ്ട് 11-ാമത്തെ വാക്യം. അവിടെ ബൈബിളിലത് 11 ഇപ്പോൾ ബൈബിളിലെല്ലാം തിരിച്ച് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താറുമാറാക്കിയിട്ടുണ്ട്. ഞാൻ അടുത്ത് വായിച്ച് 12-ാമത്തെ വാക്യം വായിച്ച് നോക്കിയും. അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരം. അതായത് കർത്താവിന് കൊടുക്കുമ്പോൾ എന്താ പറയണത്? കഴിവിനൊത്ത് ഉദാരം എന്ന് പറഞ്ഞാൽ എന്താ? ജനറസ് ആയി കൊടുക്കണം. നന്നായിട്ട് മനസ്സ് തുറന്ന് കർത്താവിന് കൊടുക്കണം എന്നാണ് പറയണത്. അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കണം. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു വളരെ വലിയ സീക്രട്ടാണ്. ഇത് ആരെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ബ്ലെസ്സിങ് ഉണ്ടാവും. ഉദാരമായി തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് പേരാണ് നമ്മൾ കർത്താവിന് കൊടുക്കുക, ദശാംശം കൊടുക്കുക. നമുക്കുള്ള എല്ലാറ്റിൻ്റെയും ദശാംശം ചെയ്യണം കർത്താവിന് കൊടുക്കാൻ ദൈവവചനത്താൽ നാം കടപ്പെട്ടവരാണ്. അത് കർത്താവ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ കർത്താവിന് ഇതിന് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുരുമുളക് കൊണ്ട് എന്ത് പ്രയോജനം? നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചക്ക കൊണ്ട് എന്ത് പ്രയോജനം? ചക്ക ഉണ്ടായ നല്ല ചക്ക കർത്താവിന് കൊണ്ട് കൊടുക്കണം. അത് പള്ളിയിൽ ലേലം ചെയ്ത് അതെടുക്കണം. അതിൻ്റെ ഇത് കണക്കിൽ വരും.
എന്തിനീ ഞാൻ ചില കുട്ടികൾ അമ്മമാരോട് ചോദിക്കുന്നുണ്ട്, അമ്മ പള്ളിയിൽ അല്ലാതെ തന്നെ കുറേ ചക്ക, ഇനി നമ്മുടെ ചക്കയും കൂടെ ഇതിനെ കൂടെ കൊടുക്കണത്. അപ്പം അമ്മ പറഞ്ഞു കൊടുത്ത്, കുട്ടി നമ്മൾ ഈ ചക്ക കൊടുക്കുന്നത് പള്ളിക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ കർത്താവിനാണ് കൊടുക്കുന്നത്. നമ്മൾ ചക്ക കൊടുക്കാൻ കാരണം കർത്താവ് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് കർത്താവ് അനേകരട്ടിയായി തിരിച്ചു തന്ന് അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഒന്നുറക്കെ പറഞ്ഞേ, വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാനിത് എൻ്റെ ഇടവകയെ പറയുമ്പോൾ എൻ്റെ ഇടവക്കാർ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഈ പള്ളിക്കുന്നുകാർ എത്ര നല്ല മനുഷ്യർ, തങ്കപ്പെട്ട മനുഷ്യർ. ഞാൻ എൻ്റെ ഇടവകയെ പ്രസംഗിച്ചപ്പോൾ ഞാൻ എന്ത് കിട്ടിയാലും ആദ്യം എൻ്റെ ഇടവകാരോട് പ്രസംഗിക്കും. അപ്പോൾ എൻ്റെ ഇടവക്കാർ എന്നോട് പറഞ്ഞാണ്, നമ്മുടെ വികാരിയച്ഛൻ ഇപ്പോൾ ഒരു പുതിയ തട്ടിപ്പുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് സഹിക്കും. പിള്ള ചവിട്ടിയാൽ തള്ളയ്ക്ക് കേടില്ല, പക്ഷെ തള്ള പഠിപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് പിള്ള ചവിട്ടിയാൽ തള്ളയ്ക്ക് കേടില്ലെന്ന് പറഞ്ഞാൽ ഞാനെല്ലാം പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം എൻ്റെ ഒരുപാട് ജീവിതാനുഭവങ്ങളിൽ നിന്നാണ്. ഞാൻ ഈ തൃശ്ശൂർ രാജ്യത്തുള്ള ആ ചേട്ടൻ പറഞ്ഞു കേട്ടപ്പോൾ ഞാനത് വിശ്വസിച്ച് ഞാൻ ചെന്ന ഇടവക്കാരോട് പറഞ്ഞു. ഞാനത് കഴിച്ച് വീണ്ടും പിന്നെ അത് കഴിഞ്ഞ് ഇടവകയിൽ നിന്ന് പോയി അവിടെ പുതിയ ധ്യാനകേന്ദ്രം പണിയാൻ തുടങ്ങി. ധ്യാനകേന്ദ്രം പണിയാൻ തുടങ്ങിയ സമയത്ത് ധ്യാനകേന്ദ്രത്തിൽ ലൈറ്റ് ഇടാൻ പൈസയില്ല. ഒന്നാമത് അച്ചാർ വാങ്ങാൻ തന്നെ പൈസ ഇല്ലാതിരിക്കുകയാണ്. ആ സമയത്ത് ഫാന് ലൈറ്റ് ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ പറഞ്ഞു അത് വല്ല സോളാർ ലൈറ്റൊക്കെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല വെച്ചാൽ ധ്യാനകേന്ദ്രത്തിൽ പല തരത്തിലുള്ള ആളുകൾ വരും, ലൈറ്റ് ഇടണമെന്ന് പറഞ്ഞു, നിർബന്ധമാണെന്ന് പറഞ്ഞു. അത് ശരി, ഇതിപ്പോൾ ലൈറ്റിന് എവിടെ നിന്നുണ്ടാകും? അവസാനം പറഞ്ഞു കോയമ്പത്തൂർ പോയാൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോയമ്പത്തൂർ ചെന്നു. അപ്പോൾ കോയമ്പത്തൂർ ഒരു ചേട്ടൻ എൻ്റെ കടയിൽ ചെന്ന് പറഞ്ഞ് ഒരു ഫാൻ സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്ഥിതി, എൻ്റെ നിൽപ്പും കണ്ടപ്പോൾ, എവിടുന്നാ? അട്ടപ്പാടിയിൽ നിന്നാ. എന്തിൻ്റെ ആവശ്യത്തിനാ? അവിടെ ഒരു പുതിയ വചന ഹോൾ പണിയുണ്ട്, ഭജന ഹോൾ ഇടാനാന്ന് പറഞ്ഞു. എത്ര ഫാൻ വേണം? ഒരെണ്ണം മതി, ഒരെണ്ണം ധാരാളം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണേ, അച്ഛന് ഒരു ഫാനല്ല, അച്ഛൻ്റെ വചന ഹോൾ ഇടാൻ ആവശ്യമായ ഫാൻ, ലൈറ്റ്, സ്വിച്ച് ബോർഡ്, ബാക്കി എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഫുള്ള് ഞാൻ തന്നിരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ അത് നഷ്ടം വരും, ചെറിയ ഹോളൊന്നുമല്ല, ഒരുപാട് വലിയ ഹോളാണ്. അതിനകത്തെല്ലാം ഇടുവാണെങ്കിൽ ഒരു 8-10 ഫാനെങ്കിലും വേണ്ടി വരും, പിന്നെ ലൈറ്റ് ആണെങ്കിൽ കുറേ ലൈറ്റ് വേണ്ടി വരും, ഇതെല്ലാം പിന്നെ അതിൻ്റെ വയറിങ് ഒരുപാട് സംഖ്യ ചിലവ് വരും, ചേട്ടൻ നഷ്ടമാകുമെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, എൻ്റെ കർത്താവിന് കൊടുക്കുന്നത് ഒരു നഷ്ടമല്ല, അതിനനുസരിച്ച് എൻ്റെ കർത്താവിനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേട്ടന് നല്ല അനുഭവമാണോ എന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, എൻ്റെ അനുഭവം അങ്ങനെ അച്ഛാന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, പണ്ട് കാലത്ത് തൃശ്ശൂർ നാട്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയ ഒരു ചേട്ടനാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു. അപ്പം അദ്ദേഹം ഭാര്യ മക്കളൊക്കെ ആയിട്ട് കോയമ്പത്തൂർ പോയി താമസാക്കി. അങ്ങനെ താമസാക്കിയപ്പോൾ അദ്ദേഹം കോയമ്പത്തൂർ ചെറിയ ജോലിയാണെന്നുള്ളത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് 500 രൂപ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശമ്പളമാണ്. 500 രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശമ്പളം. ആ ശമ്പളം മേടിച്ചപ്പോൾ അദ്ദേഹം പിള്ളേരുടെ വിദ്യാഭ്യാസം നോക്കണം, വീടിൻ്റെ കാര്യം നോക്കി, വാടക കൊടുക്കണം, പിന്നെ ഒരുപാട് ചിലവുകൾ, ബില്ലുകളൊക്കെ പേ ചെയ്യണം. അതൊക്കെ ഈ 500 രൂപ കൊണ്ട് പോകണം. അപ്പോൾ മാസത്തിൻ്റെ 15 ദിവസം കഴിയുമ്പോൾ പട്ടിണിയാണ്, പിന്നെ ഒരു പൈസ ഇല്ല ഒന്നിനും. പിന്നെ ഉള്ള അദ്ദേഹം ഇപ്പോൾ എല്ലാ പൈസ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കും, വീട്ടിൽ വെക്കുകയല്ല. എന്തെങ്കിലും അത് പോയാൽ എല്ലാം താറുമാറാവും. അതുകൊണ്ട് വീട്ടിൽ പൈസ വെക്കില്ല, എല്ലാ പൈസ പോക്കറ്റിലാണ്. ഒരു മാസത്തിൻ്റെ പകുതി കഴിഞ്ഞാൽ അങ്ങനെ നടക്കുമ്പോൾ പിന്നെ ആകെ 150, ഇപ്പം അദ്ദേഹം പറയണം ഒരു മാസത്തിൻ്റെ പകുതി കഴിഞ്ഞാൽ 150 രൂപയുള്ളൂ. അത് അദ്ദേഹം ഒരു 100, ഒരു 50 ആയിട്ട് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ പോക്കറ്റ്. അപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം ഗാന്ധിപുരം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് കോയമ്പത്തൂർ. ഗാന്ധിപുരം പള്ളിയിൽ ചെന്ന് അവിടെ ഒരു മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. മാതാവിൻ്റെ രൂപത്തിന് പോയി കരഞ്ഞ് പ്രാർത്ഥിക്കും, മാതാവേ എന്നെ കുടുംബത്തെ രക്ഷിക്കണം, ഒരു നിവൃത്തിയില്ല, പട്ടിണി എന്ന് പറഞ്ഞ് ഭയങ്കര ഞെരുക്കാണ്, ഭയങ്കര സാമ്പത്തിക ഞെരുക്കാണ്, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം കരഞ്ഞ് പ്രാർത്ഥിച്ച് ജോലി കഴിഞ്ഞ് ഗാന്ധിപുരം പള്ളിയിൽ കയറി കരഞ്ഞ് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പം വികാരിച്ചൻ പറഞ്ഞു, വെയിറ്റ്, ഇങ്ങോട്ട് ഒരു മിനിറ്റ്, ഞാനൊന്ന് വരുന്നത് വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു മാതാവിൻ്റെ ഒരു ഗ്രോട്ട പണിയാനുണ്ട്, അതിന് സംഭാവന ചെയ്യണം. അപ്പോൾ ഈ ചേട്ടൻ തൃശ്ശൂർ നിന്ന് ചേട്ടനാണ്. തൃശ്ശൂരുകാരുടെ പ്രത്യേകതയാണ്, അവർ വളരെ ഞെരുക്കാണെങ്കിലും ഭയങ്കര നല്ല ബോഡിയായിട്ടൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അച്ഛൻ വിചാരിച്ച്, ഇദ്ദേഹം ഭയങ്കര ധനവാനാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്യുവച്ചോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ റെസീറ്റ് തരാം, നീ എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇദ്ദേഹം പോക്കറ്റിലേക്ക് നോക്കിയപ്പം കഷ്ടകാലത്തിന് ചില്ലറ 2 രൂപയൊന്നും ഇല്ല, ഒരു 100, ഒരു 50 ആണുള്ളത്. എന്ത് ചെയ്യും? അദ്ദേഹം പതുക്കെ അതിനകത്ത് 50 എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് 50 എടുത്ത് ഇങ്ങനെ വിറയലോടെ കൊടുക്കാൻ തുടങ്ങിയാണ്. അദ്ദേഹത്തിന് ആകെ
ഇനി ജീവിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ എന്നാലും അത് അച്ഛനോട് അതൊന്നും പറഞ്ഞില്ല. തൃശ്ശൂരുകാരാണ്, ഒരു കാരണവശാലും അങ്ങനത്തെ കാര്യമൊന്നും ഇല്ലായ്മ പറയുകയല്ല. ഒരു ഭയങ്കരമായിട്ട് മെയിൻ എന്ത് ചെയ്ത് അത് കുഴപ്പമില്ല അച്ഛൻ ഇത് തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. സത്യത്തിൽ ഹൃദയം കിടന്ന് പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു ഓക്കെ അച്ഛൻ നല്ല കാര്യം, ഞാനൊരു ചെറിയ ഡൊണേഷൻ തരാമെന്ന് പറഞ്ഞ് 50 എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അച്ഛൻ അതൊന്നും കൂസില്ലാതെ അത് വാങ്ങിച്ച് വേഗം റെസീറ്റ് കൊടുക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഉടനെ പരിശുദ്ധാത്മ പറഞ്ഞു, ദൈവത്തിന് കൊടുക്കുമ്പം ചെറുതാണോ കൊടുക്കുന്നത്, വലുത് അവിടെ കിടപ്പില്ലേന്ന് ചോദിച്ചു. ഇനി വലുത് 100 10 ചില്ലറയില്ലാത്ത സമയമായിരുന്നത്. ദൈവത്തിന് കൊടുക്കുമ്പോൾ ചെറുതാണോ കൊടുക്കുന്നത്, വലുത് അവിടെ ഇല്ലെന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം വേഗം പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട ചതുക്കത്താന്ന് പറഞ്ഞിട്ട് ആ 50 വാങ്ങി പോക്കറ്റ് ഇട്ടിട്ട് 100 എടുത്ത് അങ്ങോട്ട് കൊടുത്തു. നല്ല പണിയായി. ഇനി ബാക്കി 15 ദിവസം കട്ടപ്പോകാം. അച്ഛൻ വേഗം റെസീറ്റൊക്കെ എഴുതി കൊടുത്ത് ക്ലിയറാക്കി. അദ്ദേഹം ശരിയച്ചോ എന്ന് പറഞ്ഞ് പോയി. ഇദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് ഇദ്ദേഹത്തിന് അറിയുള്ളൂ. ഇദ്ദേഹം വീട്ടിൽ വന്ന് ഭാര്യയോടൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞെന്ന് പറഞ്ഞ് സാരമില്ല നമുക്ക് ദൈവം തരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതങ്ങനെ വിട്ടു. അന്ന് ആ മാസം ഭയങ്കര കഷ്ടമായിപ്പോയി. വലിയ ഞെരുക്കം വന്നു, കണ്ണുനീരും ഭക്ഷണമൊക്കെ ആയി. മാസം അവസാനമായപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ 1-2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നപ്പം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് അമേരിക്കയിൽ നിന്ന് വന്ന സമയത്ത് കൂട്ടുകാരൻ കോയമ്പത്തൂരാണെന്നറിഞ്ഞ് കൂട്ടുകാരനെ കാണാൻ വേണ്ടി കോയമ്പത്തൂർ ചെന്നു. അപ്പോൾ കോയമ്പത്തൂർ എന്ന് കൂട്ടുകാരിങ്ങനെ നടന്ന് തിരിച്ചു പോരുന്ന സമയമാകുമ്പോൾ ഈ ഫ്രണ്ട് ചോദിച്ചു, നിനക്ക് വല്ല ഞെരുക്കം ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞെരുക്കൊന്നുമില്ല, ഇവിടെ എല്ലാം സമൃദ്ധിയാണ്, ഞാൻ നിനക്ക് കുറച്ച് പൈസ തരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, നിനക്ക് പോകാൻ വണ്ടിക്കൂലിക്ക് കൊണ്ടുവന്ന് അമേരിക്കക്കാരനോട്. ഇതാണ് നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഇദ്ദേഹം അവിടെ ഞെരുങ്ങി ഭയങ്കരമായിട്ട് ഇരിക്കുകയാണ്. എന്നാലും ശരി, അത് ഇവിടെ എല്ലാം സമൃദ്ധിയാണെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അമേരിക്കക്കാരൻ ബാഗിൽ നിന്ന് ഒരു 50 രൂപയുടെ ഒരു കെട്ട് എടുത്ത് ഈ ചേട്ടന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിവിടെ ഇരിക്കട്ടെ, നിനക്ക് നല്ല സമൃദ്ധി ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഇതിവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഇത് എൻ്റെ ഒരു ചെറിയ സമ്മാനം എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് ആൾ ബാഗ് അടയ്ക്കാൻ പോവുകയാണ്. ആ ബാഗ് ഇങ്ങനെ അടയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഒന്ന് നിന്നിട്ട് ബാഗ് വീണ്ടും തുറന്നിട്ട്, അല്ലെങ്കിൽ വേണ്ട അതിങ്ങ് തരാൻ പറഞ്ഞ് അത് എടുത്തുകൊണ്ട് വെച്ചിട്ട് ഒരു 100 രൂപയുടെ കെട്ടെടുത്ത് ഇതിവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് ആൾ പെട്ടെന്ന് ഈ ചേട്ടൻ ഓർത്തത് പള്ളിമുറ്റത്ത് ആ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുമ്പിൽ നടന്ന അതേ ആ ഒരു സംഭവം ഇവിടെ റിപ്പീറ്റ് ചെയ്യപ്പെട്ടു. അന്ന് അവിടെ ഒരു നോട്ട് 50 രൂപ ഒരു നോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട അതിങ്ങ് തന്നേക്കെന്ന് പറഞ്ഞ് അതിങ്ങനെ വെച്ചിട്ട് 100 രൂപ ഒരു നോട്ട് എടുത്ത് കൊടുത്തു. ഇപ്പോൾ അതേപോലെ ദൈവം ഇവിടെ ഒരു നോട്ടല്ല, ഒരു കെട്ടിട്ടാണ് കളിക്കുന്നത്. 7 ഇരട്ടിയോ 10 ഇരട്ടിയോ അല്ല, ഒരു കെട്ടിട്ടാണ് ഇവിടെ കളിക്കുന്നത്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് പറയുന്നത് കൊരിന്ത്യക്കാരുടെ ലേഖനത്തിൽ പറഞ്ഞെങ്ങനെയാണ്, സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. ഇതാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ച് കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 2 കൊരിന്തോസ് 9-ാം അധ്യായം 6 തൊട്ട് 9 വരെ വാക്യങ്ങൾ. സത്യം ഇതാണ്. ഈ സത്യം കത്തോലിക്കര് മനസ്സിലാക്കില്ല. ഇവരുടെ മനസ്സിൽ ഇപ്പോഴും അടിച്ചു വച്ചിരിക്കുന്ന ധാരണ എല്ല് മുറിയെ പണിതാൽ പല്ല് മുറിയെ തിന്നാം എന്നുള്ളതാണ്. അങ്ങനെ എല്ല് മുറിയെ പണിത് കോടിക്കണക്കിന് കടബാധ്യതയായി ഒന്നിനും തലപൊക്കം നിവർത്തിയത് എല്ലാ സ്ഥലം വിൽക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ഞായറാഴ്ച ചവിട്ടി മതിച്ച് ദശാംശം കൊടുക്കുക, എല്ലാം ഇറുക്കി പിടിച്ച് വെച്ച് അവസാനം എന്തായി, രോഗവും വന്ന് കടബാധ്യതയും വന്ന് കുടുംബവും തകർന്ന് സമാധാനവും പോയി, വിശുദ്ധിയും നഷ്ടപ്പെട്ടു, പ്രാർത്ഥനയും നഷ്ടപ്പെട്ടു, ആത്മാവും നശിച്ചു, ശരീരവും നശിച്ച്, അങ്ങനെ കണ്ണുനീരും നിരാശയും കൊണ്ട് കുടുംബങ്ങൾ മൂടപ്പെടുകയാണ്. സത്യം ഇതാണ്. വായിച്ചു നോക്കി 2 കൊരിന്തോസ് 9-ാം അധ്യായം 6 തൊട്ട് 9 വരെ വാക്യങ്ങൾ. ഇതൊക്കെ കേൾക്കാൻ ചെവിയുള്ളവർ കേട്ടാൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. വായിച്ചു നോക്കിയേ 2 കൊരിന്തോസ് 9-ാം അധ്യായം 6 തൊട്ട് 9 വരെ വാക്യങ്ങൾ. സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം കൊടുക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അത്. അപ്പോൾ ആരെയാണ് ദൈവം സ്നേഹിക്കുന്നത്? സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം. നമ്മളിപ്പോൾ വിങ്ങിപ്പൊട്ടി വീർപ്പ് മുട്ടി സമ്മർദ്ദത്തിന് വഴങ്ങി ഇനി കൊടുത്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്ന് അങ്ങനെ കൊടുക്കുന്നതിനൊന്നൊരു വിലയില്ല. നമ്മൾ ഈ മറ്റേ ഇലക്ട്രിസിറ്റി കടക്കാരൻ കൊടുത്ത പോലെ കൊടുത്താൽ നല്ല, അത് ദൈവം അതനുസരിച്ച് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക. ബിസിനസ്സിനോട് അനുഗ്രഹിക്കുക. ദേശത്ത് നമ്മുടെ സാമർഥ്യം കൊണ്ടോ നമ്മുടെ MBA കൊണ്ടോ നമ്മുടെ ബുദ്ധി സാമർഥ്യം കൊണ്ടോ പ്ലാനിങ് കൊണ്ടോ അല്ല ഒരു നാട്ടിൽ നമ്മുടെ ബിസിനസ് വളർന്നു വരണത്. നമ്മുടെ മക്കളെല്ലാം നല്ല സ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്നത് നമ്മുടെ മാത്രം കഴിവുകൊണ്ടല്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അതിന് ഒരുപാട് വചനങ്ങൾ, ഈ വചനം വെച്ച് നമ്മുടെ ജീവിതം ബിൽഡപ്പ് ചെയ്യണം. ഇപ്പോൾ എന്നാൽ നമുക്കെന്താ, നമ്മൾ വിചാരിക്കണം ഇതെല്ലാം വചനമൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് നമുക്ക് നഷ്ടമാവും, നമ്മുടെ കുടുംബം കട്ടപ്പയോഗം എന്നാണ്. അത് അന്ധകാര ശക്തികൾ അല്ലെങ്കിൽ സാത്താൻ നൽകുന്ന നുണചിന്തകളെ അതിജീവിക്കാൻ ഒരു വിശ്വാസി പഠിച്ചിരിക്കണം. സാത്താൻ വചനം മോഷ്ടിക്കും. ഇത് വചനം പെട്ടെന്ന് ആരെങ്കിലും ഇത് കേട്ട് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റ് പറയും. ആ കമൻറ്റ് പറയുന്നതോട് ഈ വചനം മോഷ്ടിച്ചോണ്ട് പോകും സാത്താൻ. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങൾ എന്താണ് പറയണത്? വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന്, എന്ന് ഓർക്ക വായിച്ചേ, ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ വചനം വിശ്വസിച്ചാൽ എന്തു ചെയ്യും? അവർ രക്ഷപ്പെടും. അപ്പോൾ അതുകൊണ്ട് അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് ഈ വചനം എടുത്ത് കളയും. എന്നാൽ ചിലരുടെ ഉള്ളിൽ അത് കിടക്കും. അവർ പുഷ്ടി പ്രാപിക്കും, അവർ സമൃദ്ധി പ്രാപിക്കും. ഒരു 10,000 പേര് വചനം കേട്ടാൽ എത്ര പേരുടെ ഉള്ളിൽ അത് വേര് പാകുമെന്ന് ആർക്കറിയാം? എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുങ്ങി താല്പര്യപൂർവ്വം വചനം കേൾക്കണം. ദൈവത്തിൻ്റെ വചനം പറയാണ്, സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. നമ്മൾ കൊടുക്കുമ്പം പിശുക്കി കൊടുത്താൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഭാവി തന്നെയാണ് നമ്മൾ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്നത്. സമൃദ്ധമായി അത്യുന്നതം നൽകിയതുപോലെ തിരിച്ചു കൊടുക്കുക. അവിടുന്ന് അനേകരട്ടിയായി നമ്മൾ അനുഗ്രഹിക്കും എന്നാണ് പറയണത്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളിലും പൊട്ടിച്ചിരി, സന്തോഷത്തിൻ്റെ പൊട്ടിച്ചിരി, ആനന്ദം, നിറവ്, വളർച്ച, ഉയർച്ച, മക്കൾക്ക് സന്തോഷം, ഇതെല്ലാം ഉണ്ടാകാൻ ഈ ബൈബിളിലെ ഓരോ വചനങ്ങൾ ഇതുപോലെ 1 by 1 പഠിച്ച് അതെല്ലാം നമ്മൾ പാലിക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഇനിയും ഇതിനെക്കുറിച്ച് നിങ്ങളോട് ധാരാളം പറയാനുണ്ട്, ജീവിതാനുഭവങ്ങളിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും. എല്ലാവരും എഴുന്നേറ്റ് വന്നേ. ഇപ്പം നിങ്ങൾക്ക് ഇത് മതിയാവും. നിങ്ങൾ കർത്താവിനോടൊരു കൃപ ചോദിക്കണം. കർത്താവേ, എൻ്റെ സമ്പത്ത് കൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്താൻ, അങ്ങയെ ബഹുമാനിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ കർത്താവിനെ ബഹുമാനിക്കുമ്പോഴാണ്, നമ്മൾ ദശാംശം കൊടുക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് കൊണ്ട് കർത്താവിനെ ബഹുമാനിക്കുകയാണ്. നമ്മുടെ സമയത്തിൻ്റെ കുറേ ഭാഗം, വിൻസെൻ്റ് ബ്രദർ ചെയ്യുന്നൊരു കാര്യം, അന്ന് മുക്കാട്ടുകാര കൺവെൻഷന് ഞാൻ പറഞ്ഞ അന്ന് തൊട്ട് ഇന്ന് വരെ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഒരു ദിവസം ഫുള്ള്, ഇന്നലെ ഉൾപ്പെടെ വെള്ളിയാഴ്ച ഒരു ദിവസം ഫുള്ള് അട്ടപ്പാടി സെഗ്യൂനിൽ പോയി കർത്താവിന് ശുശ്രൂഷ ചെയ്യും. അത് വട്ടാരച്ചനുണ്ടോ ഇല്ലയോ എന്നൊന്നും വിഷയമല്ല. അവിടെ പോയി കർത്താവിന് ശുശ്രൂഷ ചെയ്ത് തിരിച്ചു വരും. അതാണ് ആഴ്ച ഒരു ദിവസം. ബിസിനസ്സിൽ നിന്ന് 8-10 സ്ഥാപനങ്ങളൊക്കെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കർത്താവിനെ ഏൽപ്പിച്ചിട്ട് ഒറ്റ വെള്ളിയാഴ്ച പോലും മുടങ്ങാതെ ഒരു ദിവസം നമ്മുടെ സമയം കർത്താവിന് വേണ്ടി മാറ്റി വെക്കണം. ഞായറാഴ്ച ആ ഒരു ദിവസം കർത്താവിൻ്റെ ദിവസമാണ്, അന്ന് അത് ഫുള്ള് വിശ്രമത്തിന് വേണ്ടി മാറ്റി വെക്കണം. ഞായറാഴ്ച വിശ്രമത്തിൻ്റെ ദിവസം കൂടെയാണ്. കുറച്ച് മക്കളൊക്കെ വിശ്രമിക്കണം. കുറച്ച് നന്നായിട്ട് നമ്മൾ കുടുംബാംഗങ്ങളോട് ഒന്നിച്ചിരിക്കണം. എക്സ്ക്ലൂസീവ്ലി ഫോർ ഫാമിലി മെമ്പേഴ്സ് എന്ന് എഴുതി വെക്കണം. ചില യൂറോപ്യൻ കുടുംബങ്ങളിലൊക്കെ അത് എഴുതി വെക്കും, എക്സ്ക്ലൂസീവ്ലി ഫോർ ഫാമിലി മെമ്പേഴ്സ് സൺഡേ എന്ന് എഴുതി വെക്കും. അപ്പോൾ വേറെ വിസിറ്റേഴ്സ് ആരും അന്ന് വെൽക്കം ചെയ്യുന്നില്ല. ആരെയും വിസിറ്റേഴ്സിന് വെൽക്കം ചെയ്യില്ല. അതവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. കുറേ യൂറോപ്പിലും UK-ലും അമേരിക്കയിലൊക്കെ ആളുകൾ വീക്കെൻഡിൽ ഡ്യൂട്ടി ചെയ്യാൻ പോകുന്നവരുണ്ട്. അപ്പോൾ അവരിത് കേട്ടപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് ശനി ഞായറാഴ്ച ഡ്യൂട്ടി ഇല്ലാത്ത ജോലി തരണം, ഞങ്ങൾക്ക് ശമ്പളവും വേണം, ഞങ്ങളുടെ കടം വീട്ടണം, നാട്ടിലേക്ക് അയക്കണം, അവിടുത്തെ കാര്യങ്ങൾ നോക്കണം, ഒരുപാട് ഭാരിച്ച സാമ്പത്തിക എക്സ്പെൻസ് ഉണ്ട്, അത് പറ്റിയ ശമ്പളമുള്ള ജോലി വേണം. പക്ഷേ ശനി ഞായർ ജോലി വേണ്ട. ശനിയാഴ്ച വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഞായറാഴ്ച കർത്താവിന് വേണ്ടി മാറ്റിവെക്കാനും 2 ദിവസം ഞങ്ങൾക്ക് ജോലി വേണ്ട. തിങ്കൾ തൊട്ട് വെള്ളി വരെ ജോലി മതി, അതിനാല് ശമ്പളം വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച അനേകം കുടുംബങ്ങളുടെ അനുഭവങ്ങൾ എനിക്കറിയാം. ദൈവം അവർക്ക് അതുപോലത്തുള്ള ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് നടക്കില്ല എന്നങ്ങനെ പെട്ടെന്ന് കയറി പറയരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം അതിനുള്ള കൃപകളും തരും, അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ജോലി കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി തരും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ ലൈഫിനെ വചനം അനുസരിച്ച് ബിൽഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതാണ് അടിസ്ഥാനമുള്ള ജീവിതം, അതാണ് സക്സസ്ഫുൾ ആയ ലൈഫായി മാറാൻ പോകുന്നത്. 2 കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക.
കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് വർഷിക്കണമേ. ഞങ്ങൾ പറയുന്നത് കൊണ്ടോ കേൾക്കുന്നത് കൊണ്ടോ അല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് വചനം വേരുപാകുന്നത്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വചനം വീണ് ഞങ്ങളിത് വിശ്വസിച്ച് ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഈ വചനങ്ങളെല്ലാം ഹൃദയത്തിൽ നിന്ന് സാത്താൻ മോഷ്ടിച്ചുകൊണ്ട് പോകാതെ അവിടെ വീണ് വേരുപാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളും രക്ഷ പ്രാപിക്കട്ടെ. അതിനോട് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ജ്ഞാനം, വിവേകം, ബുദ്ധിയെല്ലാം നൽകണമേ. അതിനുവേണ്ടി കർത്താവെ, സമുദ്രം ജലം കൊണ്ടുവന്നതുപോലെ പരിശുദ്ധാത്മാവുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി മുഴുവൻ നിറയട്ടെ. സമുദ്രം ജലം കൊണ്ടുവന്നതുപോലെ പരിശുദ്ധാത്മാവുകൊണ്ട് ഇവിടെ നിറഞ്ഞു കവിയട്ടെ.